എങ്ങോട്ടായി ഓടുന്നത്? നിന്നെ തിരക്കി നിന്റെ മാമ വന്നിരിക്കുന്നു. അത് മാമനല്ല, കാലനാ. കാലൻ. കാലനെന്താ ഈ കോലത്തില്? ഇത് ഏത് കോലത്തിലും വരുന്ന കാലനാ. എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു. എന്തിനാ? പോലീസുകാർ നിന്നെ തിരക്കി നാലുപാട് നടക്കുന്ന കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു മോനെ. എന്തൊക്കെ ആയാലും നിന്നെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞേക്കൂല. നമുക്കൊരു മുൻകൂർ ജാമ്യം വാങ്ങാം. നീ ഇതിലൊക്കെ ഒന്ന് കയ്യൊപ്പിട്ട് കൈ വിട. താടിക്ക് തീ പിടിക്കുമ്പോ വീട് കത്തിക്കാൻ നല്ല രസമാണ് അല്ലേ മാവ? പവിത്ര പവിത്രന്നാ പറയുന്നത്. എന്റെ 4.5 സെന്റ് ഭൂമി കൈക്കലാക്കാൻ അമ്മാവൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഞാൻ കരുതിയില്ല. എനിക്ക് ഇയാളുടെ ജാമ്യം കൊണ്ട് ഒരു പുല്ലും വേണ്ട. ഇയാളെ ചതിക്കാൻ നടക്കുവാണ്. എന്നാ പോലീസിന്റെ തല്ലുകൊണ്ട് ഇരുമ്പഴി എണ്ണു നീ. അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ചാവും. ഇവ മാത്രമല്ല, ഞങ്ങൾ 4 ചെറുപ്പക്കാരും കൂട്ടാത്മഹത്യ ചെയ്യാൻ പോകും. ആ മൃതശരീരങ്ങൾക്കൊപ്പം ഒരു കത്തുണ്ടാവും. ഞങ്ങളുടെ കൂട്ടമരണത്തിന് ഉത്തരവാദി നാരങ്ങാപ്പുറം നടുവത്ത് വീട്ടിൽ നാരായണ പിള്ളയാണെന്ന്. പവിത്ര അതെ, പവിത്രൻ തന്നെ പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ പോയിട്ട് വേണ്ടേ? ഇയാൾ പിന്നെ എന്തോ ചെയ്യും? ഓടി വരേ. ബോംബ് കേസിലെ പ്രതികളെല്ലാം ഇവിടെ ഉണ്ട്. ഓടി വരേ. എന്നെ കൊല്ലുന്നേ. അയ്യോ വരികല്ലേ? സോറി മാമ. ജീപ്പ് നിർത്ത്. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? നിങ്ങൾ ആരാ? MS ക്ലാപ്പന. എന്ത് കണാപ്പൻ? MS ക്ലാപ്പന. പട്ടണപ്രേമിയുടെ പത്രാധിപരാ. ഇറങ്ങി പോടാ തെണ്ടി, ഒലക്കട മൂട്. ബോംബ് കേസിലെ പ്രതികൾ എന്റെ മച്ചാമാരാണോടോ? തനിക്ക് വിവരം തരാൻ. CI കാലൊടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അന്വേഷണത്തിന് വല്ല കുഴപ്പമുണ്ടോ സാർ? ലേശം കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ് സാർ? നേരത്തെ ലീക്കായി. എഴുതിക്കോ. ആരാ? ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ടായിരുന്നു. ഇരിക്കണം. സാറൊന്ന് സഹായിക്കണം. ഇതാ ഞാൻ സഹായിച്ചു പോരെ. അതല്ല, 4 ചെറുപ്പക്കാരുടെ കൂട്ടമരണത്തെ കുറിച്ച് അറിയിക്കാനാ വന്നത്. കൂട്ടമരണം? അതെ സാർ. ബോംബ് കേസിലെ പ്രതികളിൽ എന്റെ അനന്തരവൻ അടക്കമുള്ള 4 പേര് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തന്നോട് കാര്യം പറഞ്ഞു? അവര് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. പോലീസിന് പിടികൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. ട്രെയിനിനടിയിൽ തലവെച്ച് മരിക്കാൻ അവരുടെ തീരുമാനം. മണ്ടന്മാര് ചാവാൻ വേറെ ഒരു വഴിയും കണ്ടില്ല. അവന്മാർ ഇപ്പൊ എവിടെ ഉണ്ട്? അവരെ ഞാൻ അവസാനം കാണുന്ന റെയിൽവേ ട്രാക്കിനടുത്ത് വെച്ചാ. റെയിൽവേ ട്രാക്ക്? ഗണേശ, ട്രെയിൻ ജീപ്പ്. പത്രം പത്രം പത്രം. ബോംബ് കേസിലെ പ്രതികൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. പ്രതികളെ പിടികൂടാൻ കൂടുതൽ പോലീസ് രംഗത്തേക്ക്. ഇന്നത്തെ പത്രം. ബോംബ് കേസിലെ പ്രതികൾ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. പത്രം പത്രം. അവന്റെ അമ്മയുടെ ഒരു പട്ടണപ്രേമി. എന്താ സാർ? പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് SIയുടെ കഴിവുകളും ഉണ്ടാണ്. പ്രതികൾ SIയുടെ കക്ഷത്തിൽ ഇരിക്കുമല്ലോ പിടിക്കാൻ. ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ. അവന്മാർ പോയി പിടിക്കട്ടെ. ഒന്ന് എടുത്ത് ചെവിയിലോട്ട് പിടിക്കണോ? യെസ് സാർ. ഏത് തെണ്ടിയാണേലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാരെ വലിച്ചു കയറ്റട്ടെ. ഉണ്ട് സാർ, കൊടുക്കാം സാർ. ആരാണോ? SP അധികമാണ് സാർ. ഒന്നുമില്ല സാർ, മൂക്കുപൊടിയാണ്. ഒരു ജലദോഷമാണ്. നാട് മുഴുവൻ അഴിച്ചു പിറക്കുന്നുണ്ട് സാർ. ശരി സാർ, ഓക്കെ സാർ. ഒരു മുടിഞ്ഞ തുമ്മല്. 24 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ മുദ്ര സീൽ ചെയ്യുമെന്ന്. അയ്യോ, അതിന്റെ കൗമാരെങ്ങനെ ചത്തുപോയാൽ അതിന് ഉത്തരം പറയണം. 4 പേരെ ഒറ്റയ്ക്ക് എവിടെ കണ്ടാലും പൊക്കണം. അതിന് 4 പേരെ എങ്ങനെയാ സാർ ഒറ്റയ്ക്ക് കാണുന്നത്? ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും 4 എണ്ണത്തിനെയും പൊക്കിയിരിക്കണം. അല്ല സാർ, 2 പേരുടെ ഫോട്ടോയിലേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി 2 പേരുടെ ഫോട്ടോ എടുത്താ പോരേടോ. താൻ എന്ത് മണ്ടത്തരോടോ ഈ പറയുന്നത്? തന്നെ ആരാടോ പോലീസിലെടുത്ത്? എന്തിനാണോ ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാ ഇറങ്ങാം. ഗണേശ, ജീപ്പട്. ഗണേശൻ ലീവാണ് സാർ. എന്താ? അയാളുടെ ഭാര്യ വെട്ടി കിടക്കുക. എന്നും പറ അവരെന്താ പന്നിയാണോ? ആരെങ്കിലും ജീപ്പട്. ഓ, yes, sir.